ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നില്ലത് എങ്ങോട്ടാണെന്ന് അറിയാമോ ഗൈസ്? മുത്തശ്ശൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് അച്ഛൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിലടുത്താണ് കേട്ടോ. പത്തനാഥ് എന്ന് പറയുന്ന ഒരു പൂജയായിരുന്നു ഇവിടെ. മലയാളത്തിൽ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഇത് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. അമ്മ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്താൻ ലേറ്റായത്. അപ്പോഴേക്ക് ഫുഡ് കഴിക്കാനും ആയിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ ഇത് സൈഡിൽ പ്രസാദമാണ് കേട്ടോ, പത്തനാഥ് പൂജേൻ്റെ പ്രസാദം. അങ്ങനെ കോഴിറൊട്ടി, കോഴിക്കറി, കോഴിവറവെല്ലാം ഉണ്ടായി. ഇതാണ് തങ്കു ബജ്ജു. ഓരോ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ പിള്ളേരാണ്. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മ. അങ്ങനെ ഞങ്ങൾ മുത്തശ്ശനെ കാണാൻ കുറേ ആയിട്ടുണ്ടായി. അങ്ങനെ സംസാരിച്ചുകൊണ്ടല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിരുന്നിട്ട് കുറച്ച് കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്ക് ടൈം പോയത് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടാണ്. പിന്നെ എല്ലാ അച്ഛനും കൂടിയിട്ട് ചക്ക എടുത്ത് തന്നു ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇറങ്ങും മണ്ണി 12:30 മണിയെല്ലാം ആയിന് ആടുന്ന്. അങ്ങനെ ഇവിടെ മേലെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ വീടും. അങ്ങനെ ആടത്തേക്കും പോയി. ആടുന്ന് ഇടത്തേക്ക് വരുമ്പോഴത്തേക്ക് ഓരോ ഉറങ്ങാൻ റെഡിയായി. അങ്ങനെ ഉറങ്ങിയിട്ട് ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ടുണ്ടായി. കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായി. അങ്ങനെ ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ട് ഉറങ്ങിയിട്ടുണ്ടായി. അങ്ങനെ ആടെ പോയിട്ട് മുത്തശ്ശനുണ്ടായി. പിന്നെ മുത്തശ്ശനോടെല്ലാം സംസാരിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് വരാണ്ടൊക്കെ കുറേ ആയി. അങ്ങനെ ആ സന്തോഷത്തിൽ മുത്തശ്ശി നല്ലോണം സംസാരിച്ചു ഞങ്ങളോട്. ഈ വീട് ഒരു പണ്ടത്തെ വീടാണ് കേട്ടോ. ഈ വീട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാവും. പണ്ടത്തെ വീട്, പണ്ടത്തെ എല്ലാം ഓർമ്മ വരും. എൻ്റെ അമ്മ മംഗളായിട്ട് വന്ന വീടാണിത്. അങ്ങനെ ചക്ക എടുത്തിട്ട് ഞങ്ങൾ നടന്നിറങ്ങി. എന്നെ ബാക്കിലാക്കിയിട്ട് ഇവർ എന്നാൽ പറഞ്ഞിട്ട് പോയി. ഇത് കാടും അതെ ഉള്ളിലായിട്ട് ഓരോ വീടും. അങ്ങനെ വണ്ടി മേലെ കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് കയറുന്നുണ്ടായിട്ട്. അങ്ങനെ അമ്മ ഇരുന്നു അതിൽ. ഞങ്ങൾ 3 വേഗം പോയിട്ട് ഇരുന്നു. വന്നിട്ട് പാഞ്ഞുകൊണ്ട് കാലൊക്കെ നൊമ്പലായി. അങ്ങനെ ഓരെല്ലാം ക്ഷീണിച്ചു. ഓർ മാത്രമല്ല ഞാനും ക്ഷീണിച്ചു. കാലൊക്കെ നല്ലോണം നൊമ്പലാന്നുണ്ടായി. കാടായാലും റബ്ബർ തോട്ടെല്ലാം ആയിട്ട് കാണാൻ നല്ല പാങ്ങുണ്ട് കേട്ടോ. ഒരു ഹൊറർ ഫിലിമിലെല്ലാം കാണുന്ന പോലത്തെ ഒരു ഫീലാവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.